ഇപ്പൊ ഈ 8.5 മാസത്തെ സമരത്തിനൊടുവിൽ നമ്മളുടെ പോരാളികൾ ഇന്ന് ഈ ക്ലിഫ് ഹൗസിന്റെ ഈ അതിന്റെ മുകളിൽ കയറിയെങ്കിൽ ഇത്രയും നാൾ നമ്മൾ സഹന സമരം ചെയ്തതിന് ഒരു ഫലവും ഇല്ലാത്തതുകൊണ്ട് അവസാന ഘട്ടം ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടെന്ന് പറഞ്ഞ അപ്പോഴാണ് നമ്മൾ ചെയ്തത്. അതിന് മുന്നേ എപ്പോഴും നമ്മൾ മഴയും വെയിലും കൊതുകടിയും കൊണ്ട് ആ തെരുവില് സെക്രട്ടേറിയറ്റിന് പടിക്കല് വെറും നിലത്ത് കട്ടില് തണുത്ത് പറിച്ചൊക്കെ കിടക്കുകയായിരുന്നു. 256 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ അവരുടെ ജീവിത ശൈലി ഒന്നടങ്കം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നു, ജീവിതശൈലികൾ മാറിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് 256 ദിവസം എങ്ങനെയായിരുന്നു ജീവിതം, എങ്ങനെ മാറിയിരിക്കുകയാണ് ജീവിതം? ഈ സമരത്തോടു കൂടി തന്നെ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 5ാമത്തെ തവണയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ആശാ സമരത്തിലേക്ക് പങ്കെടുക്കാൻ വരുന്നത്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ്, കഞ്ഞിക്കുഴി CHSയിൽ നിന്നാണ്. എൻ്റെ പേര് ഗീത എന്നാണ്. 200 ദിവസം തികഞ്ഞ അന്ന് നമ്മൾ അത്തപ്പൂക്കളം അരിയും പച്ചമുളകും കൊണ്ട് ഇട്ടപ്പം ആ ഒരു വേദിയിലും ഞാനുണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മൾ 3 പ്രാവശ്യം വന്നു പോയി. പിന്നെ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ട് 24 മണിക്കൂർ ജോലിയിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ തുച്ഛമായ വേതനം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സമരത്തേക്ക് കടന്നു വന്നത്. അതിനുശേഷം അതോടൊപ്പം തന്നെ സമരവും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ജോലി പെട്ടെന്നൊറ്റയ്ക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ 8.5 മാസത്തെ സമരത്തിനൊടുവിൽ നമ്മളുടെ പോരാളികൾ ഇന്ന് ഈ ക്ലിഫ് ഹൗസിന്റെ അതിന്റെ മുകളിൽ കയറിയെങ്കിൽ ഇത്രയും നാൾ നമ്മൾ സഹന സമരം ചെയ്തതിന് ഒരു ഫലവും ഇല്ലാത്തതുകൊണ്ട് അവസാന ഘട്ടം ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടെന്ന് പറഞ്ഞ അപ്പോഴാണ് നമ്മൾ ചെയ്തത്. അതിന് മുന്നേ എപ്പോഴും നമ്മൾ മഴയും വെയിലും കൊതുകടിയും കൊണ്ട് ആ തെരുവില് സെക്രട്ടേറിയറ്റിന് പടിക്കല് വെറും നിലത്ത് കട്ടില് തണുത്ത് പറിച്ചൊക്കെ കിടക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സമരം മുമ്പോട്ട് പോകേണ്ടത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. അതെന്ത് വെച്ചാല് സമരത്തിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് കേരളമെമ്പാടും അറിയാവുന്നതാണ്. ബിന്ദു സഹാവ് അടക്കം, മിനി മേഡം അടക്കം ഉള്ളവർ. പക്ഷെ നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചുമതല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ CHSയിൽ നിന്നും 8 പേര്, 10 പേര്, 2 പേര് അങ്ങനെ മാറി ആണ് ഈ സമരം ഇത്രയും കാലം എത്തിച്ചത്. അവരോടൊപ്പം സപ്പോർട്ട് കൊടുക്കുക. കാരണം കേരളത്തിലെ ജനസമൂഹം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലെ അല്ലെങ്കിൽ ലോകം മൊത്തം നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഏത് സമരമുണ്ട് ഇത്രയും സഹന സമരമായിട്ട്, ഇത്രയും പ്രശ്നങ്ങളില്ലാതെ ഏത് സമരമാണ് ഇത്രയും മാസങ്ങൾ കടന്നിട്ടുള്ളത്? അത് പല സമരങ്ങളും നമുക്ക് നടത്തിയിട്ടുണ്ട്, പുരുഷന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ. പക്ഷേ ആശമാര്, ഈ സ്ത്രീകൾ, നിസ്സഹായരായ സ്ത്രീകൾ, വെറും 232 രൂപയ്ക്ക് ജീവിതം തള്ളി നീക്കുന്ന സ്ത്രീകള് ഇത്രയും കാലം ഗാന്ധിജിക്ക് ശേഷം, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത്രയും സംയമനത്തോടെയുള്ള ഏത് സമരമാണ് ഈ കേരളം കണ്ടിട്ടുള്ളത്? എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി കണ്ണ് തുറന്ന് കാണുന്നില്ല, നമ്മുടെ പ്രയാസങ്ങളെ കാണുന്നില്ല. കോവിഡ് സമയത്ത് ജീവൻ മരണ പോരാട്ടം നടത്തിയ നമ്മളെ ലോകം അംഗീകരിച്ചു. അപ്പൊ നമ്മൾ പറയാം, ലോകാരോഗ്യ സംഘടന നമ്മളെ അംഗീകരിച്ചെന്നാണ് കോവിഡ് കാലത്ത് നമ്മളുടെ പ്രവർത്തനങ്ങളുടെ പേര്. പക്ഷേ ഈ സമരത്തിന് ശേഷം പിന്നീട് ഇങ്ങ് വന്നപ്പോൾ നമ്മളുടെ കോവിഡിന്റെ കാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളെ ഒന്നും നമ്മുടെ ആരോഗ്യമന്ത്രി കാണുന്നില്ലല്ലോ. അന്ന് ചേർത്ത് പിടിച്ചുവെന്നും നമ്മൾ ലോകത്തിലെ കേരളത്തെ നമ്പർ 1 ആക്കിയെന്നും പറഞ്ഞ് നമ്മളെ പൊക്കിപ്പിടിച്ച ആ കേരള മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇപ്പൊ നമ്മുടെ കഷ്ടപ്പാടുകളെ എന്തുകൊണ്ട് കാണുന്നില്ല? ഇപ്പൊ മേഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെ ഞാൻ 2007 കയറിയ ആളാണ്. 2007 കയറിയപ്പോ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ നിങ്ങൾ കുടുംബശ്രീക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിലെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണ വഴിക്കോ, ഇനി അതും അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്ന വഴിക്കോ ഏതെങ്കിലും ഒരു ഗർഭിണിയെ കണ്ടോ, സുഖമാണോ, എന്തുണ്ട് വിശേഷം, കുത്തിവെപ്പ് എടുത്തോ, എന്തുണ്ട് വിശേഷം? അപ്പൊ ഇതൊക്കെ ഒന്ന് ചോദിക്കുക. ജസ്റ്റ് ഒന്ന് ഓൾറൗണ്ട് ആയിട്ട് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളോട് നോക്കുക എന്ന് കരുതിയാണ് ഞങ്ങളൊക്കെ ആദ്യകാലത്ത് വന്നത്. അതായത് സേവനം എന്ന് തന്നെ പറഞ്ഞിട്ട്. പക്ഷെ സേവനം നമുക്ക് എല്ലാവർക്കും അറിയാം, സേവനം കൊണ്ട് നമ്മുടെ വയറിനറിയുമോ? ഒരിക്കലും ഇല്ല. എന്നിട്ടും ഞങ്ങൾ അത്രയും വർഷങ്ങളോളം സേവനം തന്നെയാണ്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ മറ്റു പല ജോലികൾക്കും പോയിട്ട് തന്നെയാണ് നമ്മളെല്ലാം കുടുംബം പുലർത്തിക്കൊണ്ട്. പിന്നെ ആയപ്പം എല്ലാ ദിവസവും ജോലിക്ക് ഇറങ്ങണം, നിരവധി രജിസ്റ്ററുകൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ ഓൺലൈൻ, നമുക്ക് കൂടുതൽ ഓൺലൈൻ കാര്യങ്ങൾ വന്നപ്പോഴേക്കും നിരവധിയായ ആപ്പുകൾ തന്ന് ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതെല്ലാം. അപ്പൊ ആശയ്ക്ക് ഫീൽഡിൽ പോകണം. പിന്നെ ഇത് കൂടാതെ ഹെൽത്ത് സെന്ററിൽ ഡ്യൂട്ടി, CHSC ഡ്യൂട്ടി, ഇങ്ങനെ വന്ന് പാലിയേറ്റീവ് ഡ്യൂട്ടി, അത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസവും ജോലിയാണ്. എന്നിട്ട് നമ്മളുടെ ഈ 7000 രൂപ അല്ലെങ്കിൽ ഈ ഇൻസെന്റീവിന് ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്.
ഗർഭിണി ഉണ്ടായിരിക്കണം. ഗർഭിണികളില്ലാത്ത ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് ഒരാശയ്ക്ക് കിട്ടുന്നില്ല. കുത്തിവയ്പ്പ് ഒരു കുട്ടിക്ക് ഒരു കുട്ടി നമ്മളെ കുത്തിവയ്പ്പിന് കൊണ്ടുവന്നിട്ട് 20 രൂപയാണ് നമുക്ക്. ചിലപ്പോൾ നമുക്ക് ഗർഭിണി ഇല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുമോ? ഇല്ല. ആ കുട്ടി വലുതായിട്ട് അതിനായി നമുക്ക് കുത്തിവയ്പ്പിന് കൊണ്ടുവരാൻ പറ്റുക. ഇങ്ങനെ വരുമ്പോൾ ഗർഭിണി ഇല്ലാത്ത അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഒരു ആശയ സംബന്ധിച്ചോളം അവിടെ ഇൻസെന്റീവിന് കുറവ് വരുന്നുണ്ട്. ഇങ്ങനെ കുറേ അധികം ബുദ്ധിമുട്ടുകൾ. നമുക്ക് ഫീൽഡ് വർക്ക് പോകണം, CHSC ഡ്യൂട്ടി ചെയ്യണം, പാലിയേറ്റീവ് പോകണം, നമ്മളുടെ ഫീൽഡ് വർക്ക് ചെയ്യണം, രജിസ്റ്ററുകൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ ഇത് കൂടാതെ ഓൺലൈൻ ആപ്പുകൾ ചെയ്യണം. ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളെ നോക്കാൻ സമയമില്ല, നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ചെയ്യണം സമയമില്ല. ഇതൊന്നുമില്ലാതെ 24 മണിക്കൂർ ജോലിയിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം തന്നെ നമ്മളുടെ ജീവിത ശൈലി മാറിയിട്ടുണ്ട്, ഒത്തിരി മാറി. കാരണം വെച്ചാൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ട് പലപ്പോഴും നമ്മൾ തിരുവനന്തപുരം ഇന്ന് വരെ കാണാത്ത ഞങ്ങളുടെ ആശമാരെ ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരം കണ്ടു. അതൊരു വലിയ മാറ്റമാണ് ഞങ്ങളെ സംബന്ധിച്ച്. സമരപന്തലിലേക്ക് അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ ഈ നഗരത്തിലേക്ക് ഇത്രയും ആളുകളിലേക്കൊക്കെ നമ്മളുടെ പ്രശ്നങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ആശാ സമരത്തിന് എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങൾ 18 പേര് ഞങ്ങൾ കഞ്ഞിക്കുഴി CHSയുടെ കീഴിൽ നിൽക്കുന്നു. ഞങ്ങൾ 18 പേര് ഇതിന് എല്ലാ പ്രാവശ്യവും നമുക്ക് ഇതിന്റെ സപ്പോർട്ടായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 പ്രതിഷേധ സദസ്സുകൾ വെച്ചപ്പോൾ നമ്മളുടെ CHSയുടെ നേതൃത്വത്തിൽ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യും. നമ്മുടെ നേതൃത്വ സ്ഥാനത്തുള്ളവരെല്ലാം അവിടെ വന്ന് നമ്മളുടെ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിലേക്ക് പറയുകയും, നമുക്ക് TV കാണുന്നുണ്ട്, മറ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം ഉണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിലേക്ക് ഇപ്പൊ നമ്മുടെ മിനി മേഡം ബിന്ദു മേഡം പറഞ്ഞ പോലെ പൊതുസമൂഹത്തിലേക്ക് വീണ്ടും നമ്മുടെ പ്രശ്നങ്ങളെ പറഞ്ഞു വിടാനായിട്ട് ഞങ്ങളാൽ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സമരം ഇത്രത്തോളം ആയിരുന്നില്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ കുന്നും മലയും കയറി ഞങ്ങളുടെ ഇടുക്കിയൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ അറിയാം, കുന്നും മലയും കയറി നമ്മൾ നടന്ന് കഷ്ടപ്പെടുന്നത് എത്രത്തോളം ഉണ്ടെന്നോ ഒരിക്കലും ലോകം അറിയാതെ പോകുമായിരുന്നു. ഈ സമരം ഇത്രത്തോളം എത്തിയില്ലായിരുന്നെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച നമ്മളോടൊപ്പം നിന്ന് എല്ലാവരോടും ഞങ്ങൾക്ക് സന്തോഷവും കടപ്പാടും മാത്രമേ ഉള്ളൂ. ഈ സമരത്തിന്റെ രീതി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് വരികയാണ്. ഇനിയും കടുപ്പിക്കാൻ തന്നെയാണല്ലോ തീരുമാനം? ഇനിയും കടുപ്പിക്കാൻ തന്നെയാണെന്നാണ് നമുക്ക് നമ്മുടെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ 5 തവണ അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ വന്നവരെ സംബന്ധിച്ചോളം അറിയാം, എല്ലാ ചാനലുകളും കവർ ചെയ്ത് പോയ ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ ഈ സമര പരിപാടി. നിങ്ങൾ ഈ 8.5 മാസത്തിന് അല്ലെങ്കിൽ 9 മാസത്തിനോട് അടുക്കുമ്പം എപ്പോഴെങ്കിലും നമ്മളുടെ ഈ ആശാ പോരാളികൾ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഇപ്പറയൊക്കെ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ കിടന്നുറങ്ങിയപ്പോലെ ഒരിക്കലും നമ്മൾ ആ മതിൽ ചാടി കടന്നിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കാം. അവിടെ ഞാനും 200 ദിവസം താണ്ടി അന്ന് നമ്മൾ തപ്പൂക്കളം ഇട്ട് രാത്രിയിൽ അവിടെ തങ്ങിയ ഒരാളാണ്. നമുക്ക് മൂത്തമൊഴിക്കാൻ തോന്നിയിട്ട് പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് മേഡത്തിനും അത് മനസ്സിലാകും, മനുഷ്യരായി പറഞ്ഞ ഓരോരുത്തർക്കും മനസ്സിലാകും. പക്ഷെ ഞങ്ങൾക്ക് നിവർത്തിയില്ലായിരുന്നു. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം തൊട്ടപ്പുറം ഒരു പമ്പ് ഉണ്ടായിരുന്നു, അതുപോലെ അപ്പുറം ഒരു കോട്ടേജ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് നന്ദി പറഞ്ഞാൽ, കാരണം വെച്ചാൽ അത് അടിസ്ഥാന ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ കക്കൂസി പോകുക എന്നുള്ളത്. ഇതിന് പോലും പറ്റാത്ത അത്രയും ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ 8.5 മാസം ഈ യുദ്ധം ഇവിടെ നടന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ യുദ്ധം. ഒരിക്കലും നമ്മൾ മറ്റു സമരങ്ങളെ പോലെ ഈ ബാരിക്കേഡ് പിടിച്ചിളക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്കോ മറ്റേതെങ്കിലും രീതിയിൽ കല്ലെറിയാനോ ഒന്നും നമ്മൾ പോയിട്ടില്ല. സഹന സമരം അതിന്റെ നെല്ലിപ്പലയ്ക്ക് അപ്പുറം കണ്ടപ്പോഴാണ് ഇന്ന് നമ്മളുടെ പോരാളികൾ ഈ മുഖത്ത് കയറി നിൽക്കുന്നത്. പക്ഷേ ഇവിടെയും ഞങ്ങൾ സമരം മുഖത്ത് നമ്മളുടെ സമര മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ പുറകിലായിരുന്നു. പക്ഷെ ഈ 232 രൂപ ജോലിക്ക് ഈ കുന്നും മലയും കയറി ഇടുക്കിയിലെ പോലെ അതുപോലെ പല ജില്ലകൾക്കും പല പരിസ്ഥിതികളുണ്ട്. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് വെറും 232 രൂപ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് മേഡം? ഒരു കിലോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പച്ചക്കറി, മറ്റു സാധനങ്ങൾ. ഞങ്ങളെല്ലാം കുട്ടികളുണ്ട്, വിദ്യാഭ്യാസം നടത്തണം, കുടുംബത്തിലെ ഭർത്താക്കന്മാർക്ക് രോഗമായിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്വയം രോഗികളാണ്. ഈ 17 അല്ല 18 വർഷം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും സ്വയം രോഗികളാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ 8 മണിക്കൂർ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് ഇവിടെ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെയൊക്കെ കാലൊക്കെ മന്ത് പോലെ ആയിരിക്കുന്നത്. കാരണം ബസ്സിൽ മടക്കി വെച്ചിട്ട് അങ്ങനെ അത്രയും സഹിച്ച് 5ഉം 6ഉം തവണ ഞങ്ങൾ ഈ യുദ്ധത്തേക്ക് വന്നവരാണ്. അപ്പോൾ അത്രയും നിസ്സഹായരായ 8-8.5 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ വരുന്നു. 8.5 മാസത്തോളമായിട്ട് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇവർക്കൊപ്പം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങളുടെ നേരെ അത്രയും നമ്മൾ എന്നിട്ടും ഇത്രയും കാലം യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതെ സമരം ചെയ്ത് ഞങ്ങളുടെ നേരെ ജലപീരങ്കി വെള്ളം ചീറ്റിച്ച് അത്രത്തോളം നമ്മൾ
എന്താ പറയാ, അത്രത്തോളം ഞങ്ങളെ ഭയക്കേണ്ടവരാണോ? ഞങ്ങളുടെ ഓരോ വാർഡുകളിലും വന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഒരു കുടുംബത്തിൽ ഓരോ കുടുംബത്തിനും ഞങ്ങൾ എങ്ങനെയാണ്, ഏത് പാതിരാത്രിക്ക് ഞങ്ങൾക്കൊരു വീട്ടിൽ കയറി ചെല്ലാം, വരൂ ഇരിക്കൂ എന്ന് പറയും. കാരണം അങ്ങനെയാണ് ഞങ്ങൾ ജനങ്ങളോട് പെരുമാറുന്നത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ജനത്തിനുണ്ട്. ഞങ്ങൾ ഈ സമരമുഖത്ത് തന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും, ഇവിടെ സമരം നടക്കുന്നു, ഞങ്ങൾ 2 ദിവസം ഇവിടെ നിന്ന് സമരം ചെയ്യും, വീണ്ടും അടുത്ത പാലിയേറ്റീവ് ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിക്ക് പോകും, ഫീൽഡ് വർക്കാണ് ഫീൽഡ് വർക്ക്. അപ്പോഴും ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനൊരു മറുപടി, ഒരു കൃത്യമായിട്ടൊരു മറുപടി അറിയുക. എന്നിട്ട് മാത്രം, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും തുച്ഛമായ വേതനത്തിനാണ് നിങ്ങൾ ഇതുപോലെ കയറി ഇറങ്ങി ഞങ്ങളിലേക്ക് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ സമരത്തോടു കൂടിയാണ് ഞങ്ങളത് തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞു. എന്തിനാണ് എപ്പോഴും ഓടി വരുന്നതെന്ന് ചോദിക്കുന്ന ആളുകൾ. പക്ഷെ ഞങ്ങൾ അവരുടെ വിളിപ്പുറത്ത് എന്നും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ജീവിതശൈലി മാറിയെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഈ 256 ദിവസങ്ങൾക്കിടയിൽ വിഷു വന്നു, ദീപാവലി വന്നു, ഓണം വന്നു, വീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം ആഘോഷിക്കേണ്ടവരാണ്. അവിടെ ഒരു അവകാശം, ഒന്നിച്ച് ആഘോഷിക്കാനുള്ള അവകാശം പോലും ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സമരവുമായി കിടക്കുന്നവർക്കുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും ആ സമരവുമായിട്ട് മുമ്പോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ഇതിനിടയിൽ നിരവധിയായ നമ്മുടെ വിശേഷ ദിവസങ്ങൾ വന്നു. അതിലുപരിയായിട്ട് നമുക്കറിയാം, ഇപ്പം തന്നെ നിരവധി മാഡംസ് എല്ലാം സംസാരിച്ചും പറഞ്ഞു, ഞങ്ങളുടെ എത്ര പേര് മരിച്ചുപോയി, ഞങ്ങളോടൊപ്പം ആയിരുന്നവർ പിരിഞ്ഞുപോയി. അവർക്കൊന്നും ഈ കഷ്ടപ്പെട്ടതിനുള്ള, ഞങ്ങൾ ഇന്ന് വായിട്ടളയ്ക്കുന്നതിനുള്ള എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ പോയിട്ടുണ്ട്. ഈ ഭൂമിയിൽ അവരില്ലാതായി പോയിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഒന്നും എന്താ പറയുക, അതൊക്കെ മാനുഷികത എന്ന് പറയും. അതിനൊക്കെ ഒരു മറുപടി, അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്താണുള്ളത് ഈ ലോകത്ത്? ഒന്നും ഉണ്ടാവില്ല, അല്ലെ? ഭരണങ്ങൾ മാറി മാറി വരും, അധികാരങ്ങൾ മാറി മാറി വരും, മാനുഷികതയ്ക്ക് മാറ്റമില്ല. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അതൊക്കെ ഓർക്കുമ്പോൾ. പിന്നെ ജീവിതശൈലി, നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളൊക്കെ നമ്മളുടെ ഈ ലീഡ് ചെയ്യുന്ന ആളുടെ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെ ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ തന്നെ വീട്ടിലായിരുന്നു. പക്ഷെ ഞങ്ങൾ വീട്ടിലായിരുന്നു എന്നേ ഉള്ളൂ, ഞങ്ങൾക്കറിയാം മനസ്സ് അവിടെയായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളും ആഘോഷിച്ചില്ല. ഞങ്ങൾക്ക് ആഘോഷിക്കാൻ എവിടുന്ന പൈസ? ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു നിലയിൽ ഒരിക്കലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ഞങ്ങളൊക്കെ ആഘോഷങ്ങളെ അങ്ങനെ ആഘോഷിച്ചിട്ടുള്ളവരല്ല ഞങ്ങളൊന്നും. പക്ഷെ ഞങ്ങൾക്ക് അപ്പോഴും ഞങ്ങളുടെ ഒരു സങ്കടം ഇതാണ്, ഞങ്ങൾക്ക് അവിടെ ആയിരിക്കാം, ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആയിരിക്കാം, ആഘോഷങ്ങളില്ലെങ്കിലും ആയിരിക്കാം. ഇവിടെ അതുപോലും ഇല്ലാതെയാണ് അവര് സമരവുമായിട്ട് കടന്നുപോയത്. പിന്നെ 200ാമത്തെ ദിവസം ആ ഒരു പരിപാടി, അത് ഓണം അല്ലെങ്കിൽ പോലും ഓണത്തോടനുബന്ധിച്ച് സർക്കാരിന് ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു പൂക്കളം ഇട്ടു. പൂക്കളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിപ്പാത്രം കൊണ്ട് ഒരു പിടിയരി ഇട്ട്, പച്ചമുളകിട്ട്, ഉള്ളിയിട്ട്, അതൊരു ആഘോഷം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ പ്രകടമാക്കിയിരുന്നു. സമരം കടുപ്പിക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും.